ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ അമ്മയാണോ? വേണ്ടേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കഴിച്ചപ്പോഴാണ് അറിയുന്നത് ഗംഭീര ബിരിയാണിയാണ് കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയാണ് മോള് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് കേട്ടോ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. അക്കിക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം യാദൃശ്ചികമായിട്ട് മറ്റൊരു കാര്യത്തിന് ഇതുവഴി വരുമ്പോഴാണ് ഞാൻ രണ്ടുപേരെ കാണാനിടയായത്. ഞാൻ വണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള കാര്യം എന്ന് പറയുമ്പം ഇദ്ദേഹത്തെ കണ്ടിട്ടാണ് കേട്ടോ. എന്തോ എവിടെയോ വെച്ചിട്ടുള്ളൊരു പരിചയം പോലെ തോന്നി. അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ എൻ്റെ നാട്ടുകാരിയാണെന്ന് പറഞ്ഞു. അത് കൂടുതൽ സന്തോഷം. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ നാട്ടുകാരിയല്ലേ? എവിടെയാ ശരിക്കും സ്ഥലം? ശരിക്കും സ്ഥലം തൃക്കണ്ണപ്പുഴ കാർത്തിപ്പള്ളി പറയും. നമ്മളെ അമ്മയ്ക്ക് അച്ഛനൊരു അവർക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളതിന് സമ്മതിച്ചു കൊടുത്തിട്ട് അവര് ചെയ്തത് ഒരു സപ്പോർട്ട് കൊടുത്തു അല്ലേ? സപ്പോർട്ട് കൊടുത്തു. എങ്ങനെയുണ്ട് നമ്മുടെ കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് തൃശ്ശൂർ സ്ലാങ്ങിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ലാങ് ഒക്കെ മാറിയല്ലേ? ഒരു വർഷം നിന്നില്ലേ, അപ്പൊ സംസാരിച്ച് അങ്ങനെ സ്ലാങ് ഒക്കെ മാറി. വേറെ എന്തെങ്കിലും ബിരിയാണി അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, നമ്മള് ആള് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. അമ്മയും അച്ഛനും അപ്പൊ അവർക്കൊരു ഡെയിലി ഒരു വരുമാന രീതിയിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തതാണ്. ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ അമ്മയാണോ? അമ്മ തന്നെ. അമ്മയുടെ പേരെന്താ? ശൈലജ. ഓക്കെ. അപ്പൊ രണ്ടുപേരും കൂടെ രാവിലെ എത്ര മണിക്ക് തുടങ്ങും ബിരിയാണിയുടെ പരിപാടിയൊക്കെ? 6 മണിക്ക് തുടങ്ങും. അപ്പൊ ഇവിടെ കൊണ്ടുവരുമ്പോ എത്ര മണിയാവും? 11 മണിയാകുമ്പോൾ കൊണ്ടുവരും. അത്യാവശ്യം കുഴപ്പമില്ല. ഇന്നിച്ചിരി എനിക്ക് തോന്നുന്നു ഇച്ചിരി മോശമാണെന്ന് തോന്നല്ലേ? ലേശം. നമ്മുടെ ബിരിയാണി ഒന്ന് കാണിച്ചു തരാമോ? ആ പാത്രത്തിൽ ഇരിക്കുന്നതാണ് ബിരിയാണി. രണ്ടുപേരും കൂടെ ചെയ്യുന്നതാണ്. നമ്മൾ ഏതൊക്കെ ബിരിയാണിയാണ് ചെയ്യുന്നത്? ചിക്കൻ ഉണ്ട്, ചിക്കൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഈ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? പന്നിത്തടം റോഡ് അല്ലേ? അവിടെ ഈ ഒരു ജംഗ്ഷനിൽ നിൽക്കും അല്ലേ? നിങ്ങൾ നോക്കിയോ, ഈ ഒരു സ്പോട്ടിലാണ് ഇവർ നിൽക്കുന്നത്.